ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറച്ച് വാൾ സ്റ്റിക്കേഴ്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ സ്റ്റിക്കേഴ്സൊക്കെ എൻ്റെ വീട്ടിൽ ഒട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്, പ്ലെയിനായിട്ടുള്ള ചുമരിൻ്റെ മേലെ ഒട്ടിച്ചിട്ട് കാണാൻ. ഇത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് മുഴുവനും ഇങ്ങനെയല്ല, ഷീറ്റിലായിട്ടാണ്, 2 ഷീറ്റായിട്ടാണ് കിട്ടുന്നത്. അത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ്. വാങ്ങിക്കുന്ന ഷീറ്റിൽ തന്നെ അതെങ്ങനെ നമ്മൾ ചുമരിലൊട്ടിക്കണം എന്നുള്ളത് അവർ കൊടുക്കും. അപ്പം നമ്പേഴ്സായിട്ട് ഇങ്ങനെ ഓരോ പീസായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ സ്റ്റിക്കറിൻ്റെ താഴെ എത്ര വിഡ്ത്ത്, ഹൈറ്റ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് വാളിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. എല്ലാം ഇങ്ങനെ പീസായിട്ടാണ് കിട്ടുന്നത്. ആ മരത്തിൻ്റെ ഓരോരോ പീസുകളാണ് ഞാനിതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതാണ്. അതിനുശേഷമുള്ള പേപ്പർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓരോന്നിനും അതിൽ ആ ഗൈഡ് ലൈനിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് ആ നമ്പേഴ്സ് നോക്കി നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും. കണ്ടില്ലേ, ഓരോ ഭാഗത്തേക്കും ഏതൊക്കെ നമ്പറാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് മേലെ ആ ഗൈഡ് ലൈനിലും കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ഒട്ടിച്ച് വയ്ക്കാം. ഇത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വേഗം നമുക്ക് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഓരോ പീസായിട്ട് ഒട്ടിച്ച് വെച്ചതാണ്. ഇത് കണ്ടാൽ തോന്നുകയില്ല, അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിത് ഒരു 1.5 വർഷത്തോളമായി ഒട്ടിച്ചിട്ട്. ഇത് വേറെ ഒന്നാണ്. ഇതും അങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പേപ്പറും ഇതാണ്. ഈ ഒരു ഇതിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ എടുത്ത് വെച്ചതാണ്. അതിൻ്റെ ഗൈഡ് ലൈൻ കണ്ടില്ലേ, അങ്ങനെയാണ്. ഇതിൽ ആ മരത്തിൻ്റെ ചില്ലകൾ, അതായത് ആ കറുപ്പ് കളറിൽ കാണുന്ന അത് സെപ്പറേറ്റാണ്. അതിൽ ഈ പൂക്കളൊക്കെ നമ്മൾ വേറെ ഒട്ടിച്ച് വയ്ക്കുന്നതാണ്. അതിൽ വേറെ ആയിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പൂക്കളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒട്ടിക്കണം. ആ മരത്തിൻ്റെ ചില്ല സെപ്പറേറ്റാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നല്ല രസമാണ് ഇത് കാണാൻ. ഇതിൽ കുറച്ച് ക്ലിയർ കുറവാണ് ഞാൻ വീഡിയോ എടുത്തതിൽ. ഇത് ഒട്ടിക്കാനും നല്ല സുഖമാണ്. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ആ പക്ഷികളും പൂമ്പാറ്റകളും പിന്നെ ചെറിയ പൂക്കളും ഇതളുകളും മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ബാക്കി ആ മരച്ചില്ലയും പൂവും ഒക്കെ ഒന്നിച്ച് ഒരു സ്റ്റിക്കറാണ്. അതിൽ വേറെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതായി കാണുന്നത് ഒറ്റ സ്റ്റിക്കറാണ്. പിന്നെ ഈ ഫ്ലവേഴ്സും ഈ പക്ഷികൾ, പൂമ്പാറ്റകൾ അതൊക്കെ ഓരോന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കാനുള്ളൂ. ഇതിൻ്റെ ഗൈഡ് ലൈൻ്റെ പേപ്പർ എൻ്റെ കയ്യിലില്ല കേട്ടോ. ആ പേപ്പർ ഞാൻ കളഞ്ഞു പോയി. ഇത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ണുകളായിട്ട് ഒരു ഷീറ്റിലും അതിൻ്റെ ചുണ്ട് വേറെയാണ്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ്. ഇത് ഡ്രസ്സിങ് ടേബിളിൻ്റെ അടുത്താണ് ഞങ്ങൾ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഡ്രസ്സിങ് ടേബിളിൻ്റെ മിററിൽ കൂടെ കാണുന്നത്. എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതും എൻ്റെ മോളുടെ മുറിയിൽ ഒട്ടിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു 3D പോലെയുള്ളതാണ്. ഇത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, ഒട്ടിച്ച് വെച്ചത്. കുറേ ബിൽഡിങ്ങുകളും ഒരു നല്ലൊരു പെൺകുട്ടിയും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിക്കറാണ്. നല്ല രസമില്ലേ കാണാൻ?
3D എഫക്റ്റായിട്ട് ആ കുട്ടിയുടെ സ്കേർട്ടൊക്കെ കണ്ടോ, കുറച്ചിങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഹാറ്റ്, കയ്യിലുള്ള ബൊക്കെ ഒക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിക്കാം കേട്ടോ. ആ ഇതിലുണ്ടായിരുന്ന പോലെ തന്നെ ഒന്നല്ല ഒട്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെയാണോ ഐഡിയകൾ അതിനനുസരിച്ച് നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വയ്ക്കാം. നല്ല മയിൽപ്പീലി പോലത്തെ ചിത്രങ്ങളൊക്കെ ഉണ്ട് പെൺകുട്ടിയുടെ സ്കേർട്ടിൽ. ഈ സ്റ്റിക്കേഴ്സ് ഇത് സെറ്റായിട്ട് വാങ്ങിയിട്ടുള്ളതൊന്നുമല്ല, ഇത് പല പ്രാവശ്യങ്ങളിലായിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അവസാനം അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ചുമരിലൊട്ടിച്ചു എന്ന് മാത്രം. ഈ ഫ്ലവേഴ്സ് പല പ്രാവശ്യങ്ങളിലായിട്ട് വാങ്ങിയിട്ടുള്ളത്. അത് ഒരു ബ്ലൂ ഒരു സെറ്റാണ്, അതൊരു പ്രാവശ്യം വാങ്ങിച്ചു. പിന്നെ ആ റെഡ് കളറുള്ളത് ഒരു സെറ്റാണ്, അത് പിന്നെ ഒരിക്കൽ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ അവളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. പിന്നെ ബട്ടർഫ്ലൈ വേറെ ഒരു സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ്. അതെല്ലാം കൂടെ ഒന്നിച്ചൊരു വോൾ സ്റ്റിക്കറാക്കി ഒട്ടിച്ച് വെച്ചു എന്ന് മാത്രം. നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ. നമുക്ക് സെറ്റായിട്ട് വാങ്ങാതെയും നമുക്കിങ്ങനെ സെപ്പറേറ്റായിട്ട് വാങ്ങിയിട്ടും ചെയ്യാം കേട്ടോ. ഇത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. മറ്റേ സ്റ്റിക്കറുകളൊക്കെ വാങ്ങി കൂടെ തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഗൈഡ് ലൈൻ്റെ പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൽ അതിൻ്റെ തണ്ടുകളും പൂവും ഇലയും ഒക്കെ വേറെ വേറെയാണ്. അതൊക്കെ ഓരോന്നോരോന്നായി നമ്മൾ പറിച്ചൊട്ടിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ്. ഇതളുകൾ എല്ലാം വേറെ വേറെയാണ്. നല്ല ഭംഗിയില്ലേ റോസാപ്പൂ കാണാൻ. അതിന് നമ്പറുകളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിൽ ആ ചിത്രം നോക്കിയിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കായിരുന്നു. വലിയ വലിയ സ്റ്റിക്കേഴ്സിനാണ് അധികവും നമ്പർ ഇട്ടിട്ട് വരിക. നമുക്കത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിക്കുന്ന രീതി എന്താണെന്നുള്ളത് എളുപ്പമാണ്. ഇത് നമുക്ക് ചുമരിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇത് ഇത്ര നേരം നിങ്ങൾ കണ്ടിരുന്നതിന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു.